ദിവോ ദിവോ എനിക്ക് സ്കൂളിൽ പോകണ്ടേ എനിക്ക് ദിവോ. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ദിവസം ജൂൺ 4 മോൻ ആദ്യമായിട്ട് നഴ്സറിയിൽ പോണ ദിവസം. അങ്ങനെ ബെഡിൽ നിന്ന് കുത്തിപ്പൊക്കി എഴുന്നേപ്പിച്ച് അവൻ നേരെ പോയി കിടന്നത് സോഫയിലായിരുന്നു. അങ്ങനെ അടി ഇടി ആക്കിയിട്ട് അവസാനം ബ്രഷ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് പിന്നെ നോക്കി ദഹിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ രാവിലെ എഴുന്നേപ്പിച്ചതിനും അതിൻ്റെ പിന്നാലെ ബ്രഷ് ചെയ്യിപ്പിച്ചതിനും പിന്നെ കുളിക്കാൻ പറഞ്ഞതിനൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്ന് അവൻ ദഹിപ്പിക്കുമായിരുന്നു എന്നെ. അതിനുശേഷം അതിൻ്റെ ഇടയിൽ അച്ഛനെ ഞാൻ ഇന്നലെ കുറച്ച് ബുക്സ് ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നെയിം സ്ലിപ്പിൽ പേര് എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തു. ആ ഇടയ്ക്ക് ഞാൻ പോയി അവനെ കുളിപ്പിച്ചു, ബ്രഷ് ചെയ്യിപ്പിച്ചു, ഭക്ഷണം കൊടുത്ത് ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് പാട്ട് പാടി കളിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അച്ഛനോടും അമ്മമ്മയോടും ഒക്കെ അവൻ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ സ്കൂളിലോട്ട് പോവാണ്. അല്ലെങ്കിൽ പൊരി വെയിലത്ത് കളിക്കുന്നവന് ഇന്ന് രാവിലത്തെ ഈ കുഞ്ഞു വെയിൽ അവന് കണ്ണിനടിക്കുമ്പോൾ വല്ലാത്ത പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രോബ്ലമായിരുന്നു കുറച്ച് സമയം. പിന്നെ അവൾക്ക് സെറ്റായിട്ടോ. നമുക്ക് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ സ്കൂളിലോട്ട്. അപ്പോൾ ഞാനും അവനിങ്ങനെ നടന്നു പോയി. അവിടെ എത്തിയപ്പോൾ അവൻ ആകെ കിളി പോയ അവസ്ഥയായിരുന്നു. കാരണം കുറച്ച് കുട്ടികൾ കരയുന്നു, കുറേ പേര് കളിക്കുന്നു, കുറേ പേര് ഒന്നും മിണ്ടാതൊരു സൈഡിലിരിക്കുന്നു. അങ്ങനെ ആദ്യമൊക്കെ അവൻ എൻ്റെ മടിയിലൊക്കെ കയറിയിരുന്നു കേട്ടോ. പിന്നെ അവിടെ സ്കൂളിൽ ഇതുപോലെ ഫോട്ടോ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഏട്ടൻ തിരിച്ചു പോയി. ഞാനും മോനും മാത്രം അവിടെ ഒരു 1 അവർ മാത്രം. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നു. അപ്പം നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ഇന്നല്ല നമ്മുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ നാളെ, അതായത് ജൂൺ 5 മുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാവില്ലല്ലോ കൂടെ. ഇപ്പം ഞാനുള്ളതുകൊണ്ട് അവൻ ഹാപ്പിയാണ്. അങ്ങനെ എല്ലാവരും കളിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ട് ലാസ്റ്റ് ആരുമില്ലാത്തൊരു മൂലയിൽ പോയിട്ടായിരുന്നു അവൻ്റെ കളികളൊക്കെ. പിന്നെ ഒരു പ്രേ ടൈം ഉണ്ടായിരുന്നു. ആ സമയത്തും എൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് നാളത്തെ കാര്യം അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ടെൻഷനുണ്ട്. ഇന്ന് സ്കൂളിൽ കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നത്തെ വീഡിയോയിൽ